വിവോയുടെ വി സീരീസ്, അതായത് മെയിനായിട്ട് ക്യാമറ സെൻട്രിക് ആയിട്ട് ഇറക്കുന്ന സീരീസ് ഫോൺസാണ് വിവോയുടെ വി സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വിവോ V40 Pro എന്ന അവിടെ ഏറ്റവും ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻസും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ഇല്ല. അപ്പോൾ നേരെ വീഡിയോ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസും വേരിയൻ്റ് തന്നെ നോക്കാം. 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 8GB 256GB വേരിയൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 49,999 ആയിട്ടാണ് വരുന്നത്. പിന്നീട് ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 512GB ആണ്. ഇതിൻ്റെ പ്രൈസ് 59,999 ആയിട്ടാണ് വരുന്നത്. ബട്ട് ഇത് കൂടാതെ ഓഫേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. 10% ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഓഫർ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വില കുറച്ച് തന്നെ ഫോൺ കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് സെയിലൊക്കെ തന്നെ. സോ അതും കൂടി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു 50,000 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോണിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഒരു ഫോണിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് വരുന്നുണ്ട്. ബാക്കിലൊരു ഗ്ലാസ് ബിൽഡാണ് കൊടുത്തിട്ടുള്ളത്. 196 ഗ്രാം വെയിറ്റും 7.6 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. തിക്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെ നല്ലോണം കുറവ് തന്നെയാണ്. സോ ഡിസൈൻ വൈസ് അത്യാവശ്യം ഉഗ്രനായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. 2 കളർ വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ഗ്രേയും പിന്നെ ഒന്ന് ബ്ലൂവും വരുന്നുണ്ട്. അതിൽ ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈലൈറ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ്. പിന്നീട് IP68 വാട്ടർ റേറ്റിംഗ് അല്ലെങ്കിൽ ഡസ്റ്റ് ആൻഡ് വാട്ടർ റേറ്റിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വരുന്ന ഏറ്റവും എല്ലാ ഒരു ബിൽഡും ഡിസൈൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഏതാണെന്ന് എടുത്ത് പറയുന്നില്ല. ദെൻ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.78 ഇഞ്ചിൻ്റെ ഒരു AMOLED 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും 1.5K റെസൊല്യൂഷനിലുള്ള 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്ന ഒരു 3D കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്. നല്ല ക്വാളിറ്റി, നല്ല 1.5K റെസൊല്യൂഷനിലൊക്കെയുള്ള നല്ലൊരു പ്രീമിയം ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലൊക്കെ കണ്ടുവരുന്ന ആ ഒരു പ്രീമിയം ഡിസ്പ്ലേ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. സോ 3D കേർവ്ഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാണാൻ തന്നെ നല്ലൊരു എടുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഡിസൈനിൻ്റെ ഭാഗത്തും വരുന്നുണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. സോ ബെസൽസും കാര്യങ്ങളൊക്കെ തന്നെ കുറവ് തന്നെയാണ്. പിന്നീട് ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ്റെ കാര്യം എടുത്ത് പറഞ്ഞില്ല. ഏതെങ്കിലും പ്രൊട്ടക്ഷനൊക്കെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ ക്യാമറ ആണെങ്കിൽ 15 MB ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. അതും സോണിയുടെ IMX921 എന്ന സെൻസർ വരുന്നുണ്ട്. സെക്കൻഡറി ക്യാമറ ആയിട്ട് വരുന്നത് 15 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നീട് തേർഡ് ക്യാമറ ആയിട്ട് വരുന്നത് 15 MB ടെലിഫോട്ടോ ആണ്. അതും 2x ടെലിഫോട്ടോ ആയിട്ടാണ് വരുന്നത്. അതും സോണിയുടെ IMX816 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. സോ റിയറിൽ 3ഉം 15 തന്നെയാണ്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 MB ആണ് സെൽഫി ക്യാമറ. അതും 15 MB ക്യാമറ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. റിയറിലും ഫ്രണ്ടിലും 4K 16 FPS വരെയുള്ള വീഡിയോസും നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള നല്ല ഫീച്ചർ തന്നെയാണ്. സോ ക്യാമറ വൈസ് ഇതിൻ്റെ ക്യാമറ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് സ്പെസിഫിക്കേഷൻ വൈസ് പറയുന്നില്ല. നിങ്ങൾ പോയിട്ട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്യാമറയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ തിരിയുള്ളൂ. സോ അത്യാവശ്യം നല്ല ക്യാമറ ആയിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ക്യാമറയുടെ ഭാഗത്തൊക്കെ തന്നെ വരുന്നുണ്ട്. സോ സ്പെസിഫിക്കേഷൻ നോക്കാതെ ക്യാമറ റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്നിട്ട് മാത്രം ഫോൺ എടുക്കാം. സോ ക്യാമറ സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഉഗ്രനായിട്ടുള്ള ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതും എല്ലാ ക്യാമറ 15 MB തന്നെയാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ക്യാമറ വൈസ് റിവ്യൂസ് നോക്കാം. അല്ലാത്ത രീതിയിൽ സ്പെസിഫിക്കേഷൻ വൈസ് ആണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് വരുന്നുണ്ട്. ദെൻ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekൻ്റെ Dimensity 9200+ എന്ന പ്രോസറായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ആൻറ്റു സ്കോർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 15 lakhs ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ വരുന്ന ആ റേഞ്ച് ആൻറ്റു സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനും വരുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഒരു ഇഷ്യൂസ് ഇല്ല. ഇത് മെയിൻലി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണല്ല, എന്നാൽ പോലും അത്യാവശ്യം നല്ല പെർഫോമൻസും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. LPDDR5X റാമും USB 3.1 സ്റ്റോറേജ് ആയിട്ടാണ് വരുന്നത്. പിന്നീട് FunTouchOS 14 ബേസ്ഡ് ഓൺ Android 14 ആയിട്ടാണ് വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വിവോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5500 mAh ഒരു വലിയ ബാറ്ററി വരുന്നുണ്ട്. അത് ചാർജ് ചെയ്യാൻ വേണ്ടി 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് ഒന്നും തന്നെ ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്രയും പൈസയുടെ ഫോണായിട്ട് പോലും അത് ഇതിൽ വരുന്നില്ല. അതൊരു പോരായ്മയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു 30,000 രൂപയുടെ ആ ഫോണിൽ അല്ലെങ്കിൽ ആ റേഞ്ച് ഫോണിൽ വരെ മോട്ടോറോള ഫോണിലൊക്കെ തന്നെ
ഈ ഒരു വയർലെസ് ചാർജിങ് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ 50,000 രൂപയുടെ ഫോണിലും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ അതൊരു വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു മെയിനായിട്ടൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ്. അപ്പോൾ ക്യാമറ മെയിനായിട്ട് നോക്കി വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് പോയിട്ട് വാങ്ങാം. എല്ലാത്ത രീതിയിൽ നല്ല പെർഫോമൻസ് തന്നെ വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ബാറ്ററി ഫാസ്റ്റിംഗ്, എല്ലാ രീതിയിലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിവോയുടെ ഫോൺ തന്നെയാണ്. അപ്പോൾ വിവോയുടെ ഫോണൊക്കെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പോയിട്ട് വാങ്ങാം. അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെയാണ് ഫോൺ വന്നിട്ടുള്ളത്. ഇത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈനായിട്ടും നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതും ഒരു മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പം വിവോ ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടി കൺസിഡർ ചെയ്യുക. അത്യാവശ്യം നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്.